അടുത്ത ഇൻഡോർ സബ്സ്റ്റേഷനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇൻഡോർ സബ്സ്റ്റേഷനിൽ പറയുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈ ടൈപ്പ് ആയിട്ടുള്ള ട്രാൻസ്ഫോമറാണ് അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആസ് പെർ റെഗുലേഷൻ 46(2) എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ഫിൽ ട്രാൻസ്ഫോമർ ഔട്ട്സൈഡ് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഇതിന് അവൈൽ ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. മെയിനായിട്ട് ഈ ഫയറൊക്കെ വരുമ്പോഴത്തേക്കും ഫയർ എഞ്ചിന് ഓടിയെത്താൻ പാകത്തിലുള്ള ആക്സസിബിലിറ്റി ഉണ്ടാവണം, ആ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ സബ്സ്റ്റേഷൻ്റെ ബിൽഡിംഗ് വെതർ പ്രൂഫും ഫയർ പ്രൂഫും ആയിരിക്കണം. വാൾ ഷാൽ ബി അതിൻ്റെ വാളിൻ്റെ തിക്നെസ് കൊണ്ട് 355 mm തിക്ക് ബ്രിക്ക് അല്ലെങ്കിൽ 230 mm റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, അതായത് വാർക്കയായിരിക്കണം. 230 mm സൈസുള്ള. ദർ ഈസ് എനി വിൻഡോ ഓപ്പണിംഗ് towards the residential commercial building, there shall be a fire resistant wall between the substation building and the residential building. ഓക്കെ, അതായത് ഇപ്പോൾ ഇതിൽ സബ്സ്റ്റേഷനിൽ വിൻഡോ ഉണ്ടെങ്കിൽ ആ വിൻഡോ കഴിഞ്ഞിട്ട് വിൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെസിഡൻഷ്യൽ പ്രോജക്റ്റോ ഉണ്ടെങ്കിൽ, ആ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിനിടയിലായിട്ടൊരു ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാള്, തീയിൽ നിന്ന് ഇത്ര മണിക്കൂർ നിൽക്കുന്ന ടൈപ്പ് വാളും ഉണ്ടാവണം. എന്നിട്ട് കീപ്പിംഗ് എ മിനിമം ക്ലിയർ ഡിസ്റ്റൻസ് ഓഫ് 1.5 meter ഫ്രം ബോത്ത് ദ ബിൽഡിങ്സ്. അപ്പോൾ ഈ വാളും മറ്റേ നമ്മുടെ സബ്സ്റ്റേഷനും വാളും നമ്മുടെ ഈ പറഞ്ഞ ബിൽഡിങ്ങൊക്കെ തമ്മിൽ 1.5 meter ഗ്യാപ്പ് വേണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. If the transformer is installed outdoor within 6 meter from commercial building, there shall be a fire resistant wall in between the transformer and the building, keeping a minimum distance of 1.5 meter from the building and transformer. അതായത് ട്രാൻസ്ഫോമർ ഔട്ട്ഡോറിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചോദിക്കുക. ഇത് ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ഔട്ട്ഡോർ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രോജക്റ്റാണെന്ന് ചോദിക്കുക. അപ്പോൾ 6 meter ആണ് ബിൽഡിങ്ങും തമ്മിലുള്ള ഗ്യാപ്പ്. വിത്തിൻ 6 meter 6 meterൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഇതിനിടയിൽ ഫയർ വാൾ, മറ്റേ ട്രാൻസ്ഫോമറും കഴിഞ്ഞിട്ടൊരു ഫയർ വാൾ വന്നിട്ട് ട്രാൻസ്ഫോമർ ആൻഡ് ബിൽഡിങ് ഫയർ വാൾ തന്നെ എന്നിട്ട് ഈ അതായത് ട്രാൻസ്ഫോമർ ടു ഫയർ വാളും ഒരു 1.5 meter വേണം. ആ ഫയർ വാൾ ടു ബിൽഡിങ്ങും ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും 1.5 meter വേണം. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഒരു സബ്സ്റ്റേഷൻ്റെ അകത്തുള്ള എക്സാമ്പിളാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിതിന് മെയിനായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ പാട്ട് നോക്കിയാൽ മതി. 2 ട്രാൻസ്ഫോമർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറും ഏകദേശം അതിൻ്റെ സൈസ് 2 meter by 2 meter എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്, ഇൻഡോർ ടൈപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ ഫയർ റേറ്റഡ് വാള് വരുന്നുണ്ട്. അപ്പോൾ 2 ട്രാൻസ്ഫോമറൊക്കെയാണ് അത് തമ്മിലുള്ള ഗ്യാപ്പുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോന്നും തമ്മിൽ ഇത്ര ക്ലിയറൻസ് അല്ലെങ്കിൽ ഇത്ര ഗ്യാപ്പ് ഇട്ട് വെക്കണം എന്നൊക്കെയാണ് ഈ പറഞ്ഞ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിൽ പറയുന്നത്. ഇതിപ്പോൾ ഓക്കെ, അടുത്തത് പറയുന്നത് ഓയിൽ ഫിൽഡ് ട്രാൻസ്ഫോമർ ഇൻസ്റ്റോൾഡ് ഇൻഡോർസ് ഇൻ അതർ ദാൻ റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യലോ ഓയിൽ ഫിൽഡ് ട്രാൻസ്ഫോമർ അകത്ത് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അല്ലാത്ത ഏതെങ്കിലുമൊക്കെ പ്രോജക്റ്റുകളിൽ ഓയിൽ ഫിൽഡ് ട്രാൻസ്ഫോമർ അകത്ത് വയ്ക്കുകയാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷാൽ ബി പ്ലേസ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വയ്ക്കാൻ നോക്കണം. നോട്ട് ബിലോ ദ ഫസ്റ്റ് ബേസ്മെൻറ്റ് താഴേക്ക് ഒരിക്കലും പോകരുത്. അതും ഈ റെഗുലേഷൻ 46 പ്രകാരമുള്ളതാണ്. പിന്നെ ABSFU AB എയർ ബ്രേക്ക് സിറ്റുവേഷൻ ടു VCB പ്രൈമറി സൈഡിൽ പ്രൊവൈഡ് ചെയ്യണം. മറ്റേ ഹോസ്പിറ്റൽ പ്രെമിസസ് ബ്രേക്ക് ഷാൽ ബി റെക്കമെൻഡ്. അപ്പോൾ അത് ട്രാൻസ്ഫോമറിനും എന്തായാലും VCB ABSFO AB സ്വിച്ചോ ഏതെങ്കിലുമൊക്കെ നമ്മൾ വയ്ക്കും എന്തായാലും. അപ്പോൾ അത് ഓൾറെഡി ഒരു ടേബിൾ 4ൻ്റെ എക്സ്പ്ലനേഷനിൽ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് പ്രൈമറി സൈഡിൽ എന്താ സെക്കൻഡറി സൈഡിൽ എന്താണെന്നുള്ളത് ടേബിൾ 4 എക്സ്പ്ലനേഷനിലുണ്ട്. പിന്നെ സൈസ് ഓഫ് കേബിൾ അറ്റ് 11 kV സൈഡ് ഷാൽ ബി ബേസ്ഡ് ഓൺ ആക്ച്വൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, ബട്ട് ദ മിനിമം സൈസ് ഷാൽ ബി 150 square mm ATOX FI. അതായത് 11 kV സൈഡിൽ നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേബിൾ സെലക്ട് ചെയ്യണേ. എന്നിരുന്നാലും 150 square mm കുറഞ്ഞ കേബിൾ എന്തായാലും ഇടാറില്ല. ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കുറഞ്ഞ ഏരിയയിൽ നമ്മുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 150 താഴെയുള്ള ഒരു വാല്യൂക്കും വരാൻ സാധ്യത. പക്ഷേ നമ്മൾ 150 മിനിമം ഇടണം ആസ് പെർ ഇലക്ട്രിക് ഇൻസ്പെക്ടർ ഡയറി. പിന്നെ അടുത്ത ഫയർ സെപ്പറേഷൻ വാൾസ് ഷാൽ ബി പ്രൊവൈഡഡ് ബിറ്റ്വീൻ ഓയിൽ ട്രാൻസ്ഫോമർ. തിക്നെസ് ഓഫ് ദ വാൾ ഷാൽ ബി മിനിമം 30 cm brick or 20 cm RCC.
അപ്പം നമ്മളിപ്പോൾ കണ്ടല്ലോ ഈ വാളിൻ്റെ തിക്നെസ്സാണ് പറഞ്ഞത് 20 സെൻറ്റിമീറ്റർ RCCയോ 30 സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള സാധാരണ ബ്രിക്കോ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. 2 ട്രാൻസ്ഫോമർ 1 and 2 വേണം. ഇനി ഓയിൽ ഫിൽ ട്രാൻസ്ഫോമർ ഷാൽ ബി സെഗ്രേറ്റഡ് ഫ്രം HT and ME സ്വിച്ച് ഗിയേഴ്സ് യൂസിങ് ഫയർ സെപ്പറേഷൻ വാൾ. ഇതിപ്പോൾ ട്രാൻസ്ഫോമർ കഴിഞ്ഞതിന് ശേഷം വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ഏതെങ്കിലും HTയോ അല്ലെങ്കിൽ MSB പാനൽസൊക്കെ വെച്ചേക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു ജനറലി ഒരു ലേഔട്ടാണ്. ഇതിൻ്റെ അകത്ത് ശരിക്കും ഓയിൽ ഫിൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ആ ട്രാൻസ്ഫോമർ വെച്ചേക്കുന്ന റൂമിൽ വേറെ ഒറ്റ പാനൽസും വയ്ക്കാൻ പാടുള്ളതല്ല. കാരണം ഓയിലൊക്കെ ചിലപ്പോൾ ഹൈ പ്രഷറൊക്കെ വന്നിങ്ങനെ മറ്റേ അതിൻ്റെ മെംബ്രെയിനൊക്കെ പൊട്ടി വരാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഓയിൽ ഇതിലേക്ക് സ്പിൽ ഔട്ട് ചെയ്താൽ പല പല ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം. സോ ഫയർ റേറ്റഡ് വാളിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു റൂം പോലെ ഇതിൽ ഏതാണ്ട് അങ്ങനെ വച്ചേക്കുന്നത്. പക്ഷേ വാളിൻ്റെ തിക്നെസ് ഒന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. KTUവിൻ്റെ ഒരു ഇതിലുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം MSB പാനലും ഓരോ പാനൽസ് എല്ലാം സെപ്പറേറ്റ് വേറെ റൂമിലാണ് ഇരിക്കുന്നത്. പിന്നെ ഓയിൽ ഡ്രെയിനേജ് ഫെസിലിറ്റിയും സോക്ക് പിറ്റൊക്കെ കൊടുക്കേണ്ടി വരും. 2000 ലിറ്റർ കൂടുതലുള്ള ഓയിൽ ഫിൽ ട്രാൻസ്ഫോമറൊക്കെ ഉള്ളപ്പോൾ ആ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യണം. All round clearance shall be provided for indoor transformers. Minimum clearance from walls shall be 1.25, 1.75, 0.5 if the walls are provided 4, 3, 2, 1 side respectively. അതായത് ഇപ്പോൾ പറഞ്ഞതിൻ്റെ സംഭവം വേറൊന്നുമല്ല. നമുക്കൊന്നുകൂടി ആ ഡ്രോയിങ് നോക്കാം. ഈ ട്രാൻസ്ഫോമർ 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ 4 വശത്ത് ചുറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മിനിമം വാൾസ് തമ്മിൽ മിനിമം 1.25 മീറ്റർ ഗ്യാപ്പ് വേണം ട്രാൻസ്ഫോമറും ആ വാളും തമ്മിൽ. അതാണ് ഇട്ടേക്കുന്നത് 1.25 മീറ്റർ. അപ്പോൾ അത് കൂടിയാൽ കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. 4 ചുറ്റുവശത്തും അതാണ് 4 സൈഡിൽ സറൗണ്ട് ചെയ്തെങ്കിൽ അതാണ് ചെയ്യുന്നത്. 3 സൈഡിലാണെങ്കിൽ 1 മീറ്റർ ഗ്യാപ്പ് കൊടുത്താൽ മതി. അതായത് ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നല്ല ക്ലിയറൻസ് കൊടുക്കണം. ഒരു 3 സ്ഥലത്ത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഇതിൽ 1 മീറ്റർ ഗ്യാപ്പ് കൊടുക്കണം. 2 സൈഡിലുള്ളതാണെങ്കിൽ 0.75 മീറ്റർ ഗ്യാപ്പും. ഇനി ഒരു സൈഡിൽ മാത്രം വാളുള്ളെങ്കിൽ അത് തമ്മിൽ അര മീറ്റർ ഗ്യാപ്പ് കൊടുത്താൽ മതി. അപ്പോൾ ചുറ്റപ്പെടുന്നതനുസരിച്ച് ക്ലിയറൻസ് കൂട്ടണം. ചുറ്റപ്പെടുന്ന കുറഞ്ഞതനുസരിച്ച് ക്ലിയറൻസ് കുറയ്ക്കാം. ട്രാൻസ്ഫോമർ ഷാൽ ബി ഇൻസ്റ്റാൾഡ് അറ്റ് ദ പെരിഫറി ഓഫ് ദ ബിൽഡിംഗ് ഫോർ ഗെറ്റിംഗ് ഈസ് ഓഫ് ആക്സസ് ആൻഡ് അഡിക്വേറ്റ് വെന്റിലേഷൻ. അതായത് ഏത് ബിൽഡിങ്ങിൻ്റെ തുടക്കത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കണമെന്നാണ് നമുക്ക് ട്രാൻസ്ഫോമർ വയ്ക്കുന്നതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് അവിടെ പോയോ പുറത്തുനിന്ന് അതിൻ്റെ ആക്സസിബിലിറ്റി എളുപ്പമാക്കാം. പിന്നെ മാക്സിമം വെന്റിലേഷനും കൊടുക്കേണ്ടി വരും. ആ ഒരു കാര്യമാണ് പറയുന്നത്. ഡോർസ് ആൻഡ് വിൻഡോസ് ഓഫ് ട്രാൻസ്ഫോമർ ഷാൽ ബി ഓഫ് നോൺ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ്. ഒരു ട്രാൻസ്ഫോമർ റൂമിൻ്റെ ഡോറുകൾ പെട്ടെന്ന് കത്തുപിടിക്കാത്ത നോൺ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം യൂസ് ചെയ്യാൻ. മിനിമം 50 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ക്ലിയറൻസ് ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ ദ ട്രാൻസ്ഫോമർ. അതായത് ഒരു റൂമിൽ ട്രാൻസ്ഫോമർ വെച്ചേക്കാം. അതും നമ്മുടെ സീലിംഗ് തമ്മിലൊരു 1/2 മീറ്ററെങ്കിലും അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്ററെങ്കിലും ക്ലിയറൻസ് വേണം എന്നാണ് പറഞ്ഞത്. ഇഫ് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾഡ് അബൌട്ട് ദ ഗ്രൗണ്ട് ലെവൽ ഇൻ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് 11 kV ABSFU ഷാൽ ബി പ്രൊവൈഡഡ് ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, അതായത് നമ്മൾ ചിലപ്പോൾ ഈ ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ അത് വേണമെങ്കിൽ നമുക്ക് മൾട്ടി സ്റ്റോർ ബിൽഡിങ്ങിൽ ഗ്രൗണ്ടിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും വയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ അത് ഓണാക്കാനും ഓഫാക്കാനും യൂസ് ചെയ്യുന്ന സ്വിച്ചിൽ ABSFU അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രേക്കർ ACB അത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വെക്കണം എന്നാണ് പറയുന്നത്. സ്ട്രക്ചറൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫ്രം കോമ്പീറ്റഡ് സ്ട്രക്ചർ എഞ്ചിനീയർ ഓൾസോ ഫർണിഷ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ മുകളിലൊക്കെ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും അവിടുത്തെ സ്ട്രക്ചർ ഇതൊക്കെ താങ്ങാനുള്ള ശക്തി ഉണ്ടെന്ന് നോക്കണ്ട. അപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ ഇന്ന് ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ മേടിക്കുന്നതാണ്. ഓക്കെ, ഇനി മിനിമം ഫേസ് ടു ഫേസ് ആൻഡ് ഫേസ് ടു എർത്ത് ക്ലിയറൻസ് ഓഫ് ബസ് ബാർസ് ഇൻ 11 kV പാനൽ ഷാൽ ബി 130 mm ആൻഡ് 80 mm റെസ്പെക്റ്റീവ്ലി. അതായത് ഈ HT പാനൽ VCB പാനലിലൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ബസ് ബാർസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിലുള്ള ബസ് ബാർസിൻ്റെ ഫേസിൻ്റെ എർത്തിൻ്റെ ക്ലിയറൻസാണ് പറയുന്നത്. ഫേസ് ടു ഫേസ് മിനിമം ആ ബസ് ബാറുകൾ തമ്മിൽ പരസ്പരം 13 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ 130 mm ഗ്യാപ്പുകൾ വേണം. പിന്നെ അത് ആ ബസ് ബാറുകളും എർത്തിൻ്റെ കണക്ഷൻസുമായിട്ട് 80 mm ഗ്യാപ്പ് വേണം എന്നാണ് പറഞ്ഞത്. മിനിമം 1 മീറ്റർ ക്ലിയർ സ്പേസ് ഷാൽ ബി അവൈലബിൾ ഇൻ ഫ്രണ്ട് ഓഫ് HT പാനൽ ഇൻ ബ്രേക്കർ ഡ്രോ ഔട്ട് പൊസിഷൻ.
അത് ഈ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ പാനൽ, HT പാനലാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഡ്രോ ഔട്ട് ടൈപ്പ് ആണ് യൂസ് ചെയ്യണത് എങ്കിൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് ബ്രേക്കേഴ്സൊക്കെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് 1 മീറ്റർ മിനിമം ഗ്യാപ്പ് ഇവിടെ കാണാം. 1 മീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാൾസും ഈ പറഞ്ഞ പാനലും തമ്മിൽ. ഇതൊക്കെ ഒരു ജനറലായിട്ടുള്ളൊരു മെഷർമെൻ്റാണ്. ആക്ച്വൽ മെഷർമെൻറ്റ്സ് ചെറിയ വേരിയേഷൻ വരാം. നമ്മളതിൻ്റെ ക്ലിയറൻസിലാണ് ഇതിൽ മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എല്ലാ വാൾസും ഇതും തമ്മിലുള്ള ക്ലിയറൻസ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസിന് വേണ്ടി അത് കൂടി നടക്കാനുള്ള ഒരാവശ്യത്തിനും, പിന്നെ ഇപ്പോൾ വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ പോലത്തെ പാനലാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കേണ്ടി വരും. ബ്രേക്കേഴ്സൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനൊക്കെ ഇത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഈ ക്ലിയറൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്.